പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് സുഖമാണ്. നിങ്ങളെല്ലാവരും എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കൃത്യമായി ക്ലാസ്സുകൾ കാണുകയും പഠിക്കുകയും ചെയ്യണം. നിങ്ങളുടെ എക്സാം ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ പരീക്ഷ എഴുതാനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം. നമുക്ക് പൊളിറ്റിക്സ് സയൻസിൽ രണ്ടാമത്തെ ലെസൺ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്ന ലെസനാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ നോട്ടൊന്നും ഞാൻ തരുന്നില്ല. നിങ്ങൾ സ്വന്തമായി ക്വസ്റ്റ്യൻസ് എഴുതുകയും അതിൻ്റെ ആൻസറുകൾ നിങ്ങൾ സ്വന്തമായി കണ്ടെത്തുകയും ചെയ്യണം. ഈ ലെസണിൽ പഠിക്കാനുള്ളത്, ഈ ലെസനെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായ, നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു ലെസനാണ്. ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ഏകകക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷെ ഇതിന്റെ മുമ്പ് നമുക്ക് പഠിക്കാനുള്ളത് ജനാധിപത്യം നേരിട്ട വെല്ലുവിളി. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു ഭരണ വ്യവസ്ഥ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ദേശീയ നേതാക്കന്മാരുടെ രാജ്യമാണ് ഇന്ത്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ നടപ്പാക്കുന്നതിന് വളരെയധികം പ്രയത്നിച്ച വ്യക്തികളാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാവുന്നതിന് ഇന്ത്യ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ അതിവിശാലമായ ഒരു രാജ്യമാണ് ഇന്ത്യ. വ്യത്യസ്തമായ ജനവിഭാഗങ്ങളും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും ഉള്ള ഒരു രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണം നടത്താൻ അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ തയ്യാറെടുക്കാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് തന്നെ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 51 ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് എലക്ഷൻ നടക്കുന്നത്. അതുവരെ എലക്ഷന്റെ പരിപാടികൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. 1950 ഒരു ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ നിയമിക്കുന്നു. സുകുമാർ സെൻ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ആര് എന്ന് ചോദിക്കും. സുകുമാർ സെൻ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ള തുടക്കങ്ങൾ കുറിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്: ജനാധിപത്യം എന്ന ഭരണക്രമം നടപ്പാക്കുന്നതിന് മണ്ഡലങ്ങൾ തിരിക്കാൻ പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. നിയോജക മണ്ഡലങ്ങൾ തിരിക്കാനുള്ള പ്രയാസം, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനുള്ള പ്രയാസം, അതുപോലെ തന്നെ വോട്ടെടുപ്പ് നടത്താൻ നിരക്ഷരരായ ജനങ്ങളെ എങ്ങനെ വോട്ടെടുപ്പ് നടത്താൻ അവർക്ക് ഒരു ഉത്ബോധനം നടത്താൻ കഴിയുമെന്നുള്ള പ്രയാസം. ഇന്ത്യയിലെ 4 പേരിൽ ഒരാൾ നിരക്ഷരരായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതി നടപ്പാക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് വിശാലമായിട്ട് എഴുതാൻ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതികൾ നടപ്പാക്കുന്നതിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പ്രയാസപ്പെട്ടു. ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ പ്രയാസപ്പെട്ടു. ഈ അതിർത്തി നിർണ്ണയിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ വോട്ടുള്ള ജനങ്ങളെ ഒരു പട്ടിക തയ്യാറാക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ നടത്തുമ്പോൾ ഇലക്ഷന്റെ സംവിധാനങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നതിനെ കുറിച്ച് ഒരു പ്രയാസം നേരിടേണ്ടി വന്നു. വോട്ടെടുപ്പ് സമയത്ത് തന്നെ ആദ്യമായി ബാലറ്റ് പേപ്പർ വന്നപ്പോൾ നിരക്ഷരായ ആളുകൾക്ക് എങ്ങനെ ബാലറ്റ് പേപ്പർ സംവിധാനം ഒരുക്കണം. അതുകൊണ്ട് തന്നെ അന്ന് ബാലറ്റ് പേപ്പർ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ബാലറ്റ് പേപ്പർ ആയിരുന്നു. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ബാലറ്റ് പേപ്പറിന് ഓരോ വ്യത്യസ്തമായ ബാലറ്റ് ബോക്സുകളുണ്ട്. ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ ബോക്സാണ്. ആ ബോക്സിലേക്കാണ് ഇടുക. ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ബോക്സിലേക്ക് ഈ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ബാലറ്റ് പേപ്പർ ഇടുന്ന ഒരു അവസ്ഥയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബാലറ്റ് പേപ്പറിലൊക്കെ ചിഹ്നവും അതുപോലെ തന്നെ പേരും പിന്നീട് ആളുടെ ഫോട്ടോവും പിന്നെ അങ്ങനെ വന്ന് മാറി വന്നത്. ഇതൊക്കെ വലിയ പ്രയാസപ്പെട്ട ഒരു സംഭവമാണ്. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഭരണവ്യവസ്ഥ നടപ്പാക്കുന്നതിൽ ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3 വെല്ലുവിളികൾ മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്ന് ചോദിക്കില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണം, പിന്നെ വോട്ടെടുപ്പ് പട്ടിക തയ്യാറാക്കൽ, ജനപങ്കാളിത്തം ഉറപ്പുവരുത്തൽ, അതുപോലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഒരുക്കൽ. ഈ 4 പ്രയാസങ്ങളാണ് ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വെല്ലുവിളികൾ. ഇനിയും നമുക്കറിയാം നിരക്ഷരരായ ആളുകളാണ്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള കഴിവില്ലായ്മ ഒരു വെല്ലുവിളിയാണ്. പിന്നെ വൈവിധ്യമാർന്ന ഇന്ത്യയെ, വ്യത്യസ്തരായ ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു വോട്ടെടുപ്പ് സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടമാണ്. യൂറോപ്യന്മാരായ പല ചരിത്രകാരന്മാരും പറയുണ്ടായി ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ ഛിന്നഭിന്നമാവുമെന്ന്. കാരണം ഇന്ത്യയിലെ വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങളും വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ സംസ്കാരത്തിൻ്റെ പോലെ തന്നെ വ്യത്യസ്തമായ മതങ്ങളും ജാതികളുമുള്ള ഒരു രാജ്യത്ത് ഒരു ഏകത്വം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ല, ജനാധിപത്യം നടപ്പാവില്ല, ഇന്ത്യ നശിക്കുമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് യൂറോപ്യൻ ചരിത്രകാരന്മാരുണ്ട്. അവരെല്ലാം നോക്കുകുത്തികളാക്കി ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഗഹനമായ പഠനത്തിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കർ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വന്നത്. 3 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യക്തമായ മേധാവിത്വം ഉണ്ടായിരുന്നു. 1952 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഭരണം നടത്തിയിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ 1952 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 489 സീറ്റിൽ 364 സീറ്റും ലോക്സഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ആദ്യ തെരഞ്ഞെടുപ്പുകളിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരണം നടത്തിയിരുന്നത്. തിരുകൊച്ചി, ഒറീസ, മദ്രാസ് ഈ സംസ്ഥാനങ്ങളൊഴികെ മുഴുവൻ സംസ്ഥാനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യക്തമായ ഉജ്ജ്വലമായ വിജയം നേടാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ഒരുപക്ഷെ അടുത്ത് ചോദിക്കാം. 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായത്? ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവാനുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇന്ത്യ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു പൈതൃകം, ഇന്ത്യയുടെ ദേശീയ പ്രാസ്ഥാനിക പൈതൃകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം അവകാശപ്പെട്ടതാണ്. ഒന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഒരു കെട്ടുറപ്പുള്ള ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു ശാഖ അല്ലെങ്കിൽ യൂണിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ദേശീയ നേതാക്കന്മാരിൽ നെഹ്റുവിനെ പോലെയുള്ള ദേശീയ നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ കാലഘട്ടങ്ങളിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ മേധാവിത്വ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് തന്നെ മറ്റു പല രാജ്യങ്ങളും സ്വതന്ത്രമാവുകയുണ്ടായി. അവിടെയൊക്കെ ഏകകക്ഷി മേധാവിത്വം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയുടെ ഏകകക്ഷി മേധാവിത്വം ഒരു ജനാധിപത്യ രീതിയിലുള്ള ഏകകക്ഷി മേധാവിത്വമാണ് ഉണ്ടായത്. ഇന്ത്യ സ്വതന്ത്രമായ മുതൽക്ക് ഏകദേശം 1977 വരെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയോടെയുള്ള ഒരു ഏകകക്ഷി മേധാവിത്വമാണ്. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് സ്വതന്ത്രമായ മറ്റ് രാജ്യങ്ങൾ, ചൈന, ക്യൂബ, സിറിയ, ഈ രാജ്യം ഒരു ഏകകക്ഷി പാർട്ടിയുടെ മേധാവിത്വത്തിലായി മാറി. അതുപോലെ തന്നെ മ്യാൻമാർ, ബലാറസ്, ഈജിപ്ത് ഇവ ഒരു ഏകകക്ഷി ഭരണമാണ് ഉണ്ടായത്. പക്ഷെ അവിടെ ഒരു പട്ടാള ഭരണത്തോടു കൂടിയുള്ള ഒരു മേധാവിത്വമാണ് ഉണ്ടായത്. അതാണ് വ്യത്യാസം. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകകക്ഷി മേധാവിത്വം ഉണ്ടെങ്കിലും ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു മേധാവിത്വമാണ് ഉണ്ടായത്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും കോൺഗ്രസിന്റെ മേധാവിത്വം എങ്ങനെയായിരുന്നു എന്നതാണ്. ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് കോൺഗ്രസിന്റെ മേധാവിത്വ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഏകകക്ഷി മേധാവിത്വമാണ്, ഒരു ജനാധിപത്യ രീതിയിൽ ഏകകക്ഷി മേധാവിത്വമാണ്. പക്ഷെ ചൈനയിലും ക്യൂബയിലും സിറിയയിലും അങ്ങനെയല്ല, ഒരു ഏകകക്ഷി രാഷ്ട്രീയമാണ് അവിടെ ഉണ്ടായത്. ഏകകക്ഷി രാഷ്ട്രീയം പിന്നീട് ഒരിക്കലും വേറൊരു രാഷ്ട്രീയ സംഘടനക്കും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണവ്യവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബനാറസ്, മ്യാൻമാർ, ഈജിപ്ത് രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിലൊക്കെ ഒരു പട്ടാള ചിട്ടയോടുള്ള ഭരണം ആണ് ഉണ്ടായത്.
അത് ബ്രിട്ടീഷുകാർക്ക് ശേഷം പിന്നെ ഒരു പട്ടാള ചുറ്റിയോടുള്ള ഭരണമാണ് ഉണ്ടായത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഒരു ജനാധിപത്യ ഏകാധിപത്യ സ്വഭാവം, ഒരു ജനാധിപത്യ ഏകകക്ഷി സ്വഭാവമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏകകക്ഷി മേധാവിത്വത്തെ കുറിച്ച് പറയാനുള്ളത്. നാഷണൽ കോൺഗ്രസ് ഒരു ദേശീയ സംഘടനയായി മാറിയില്ലെങ്കിൽ 1885 ഏഹോഹ്യം എന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. പക്ഷെ രൂപീകരിക്കുന്നത് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ടാണ്, ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. പക്ഷേ പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അത് ദേശീയ സംഘടനയായി മാറുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ രൂപം വരുന്നത് 1915 ശേഷമാണ്, കൂടുതൽ വിപുലമായ രീതിയിലേക്ക് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ സംഘടനയിലാണ് എല്ലാ മറ്റു രാഷ്ട്രീയ സംഘടനകളും ഒത്തുകൂടിയിരുന്നത്. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രസ്ഥാനത്തിലെ ഒരു മാതൃ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റു സംഘടനകളെല്ലാം ഉറ്റുനോക്കിയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. പക്ഷെ അത് കൂടുതലായിട്ട് വിപുലമായ രീതിയിൽ ദേശീയ പ്രസ്ഥാനമായി മാറിയത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ബഹുജന പങ്കാളിത്തം ഉണ്ടാവുന്നത് ഗാന്ധിജിയുടെ വരവോടുകയാണ്. 1915-16 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഗാന്ധിജി വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് വരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ മാത്രമല്ല ക്ഷണിച്ചത്, കോൺഗ്രസ്സുകാരല്ലാത്ത ഡോക്ടർ അംബേദ്കർ, ശ്യാം പ്രസാദ് മുഖർജി എന്നീ പ്രമുഖ വ്യക്തികളെ ക്ഷണിച്ചു. അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ. പക്ഷെ ജയപ്രകാശ് നാരായണൻ നെഹ്റുവിന്റെ മന്ത്രിസഭയിലേക്ക് വന്നില്ല. ഡോക്ടർ അംബേദ്കറും ശ്യാം പ്രസാദ് മുഖർജിയും നെഹ്റു മന്ത്രിസഭയിലേക്ക് വരികയുണ്ടായി. ഇവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരല്ലാത്ത, കോൺഗ്രസിന് അപ്പുറത്തുള്ള രാഷ്ട്രീയ സംഘടനയിലെ ആളുകളാണ്. അത് നെഹ്റുവിന്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു. ഒരു സോഷ്യലിസ്റ്റ് വാദിയായിട്ടുള്ള നെഹ്റുവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇന്നത് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ദേശീയ സംഘടനകൾ ഉരുത്തിരിഞ്ഞു വന്നു. 1934 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ആചാര്യൻ നരേന്ദ്രദേവ്, അഥവാ ഒരു തത്വാധിഷ്ഠിത സമത്വാവകാശമുള്ള ഒരു വിപ്ലവാത്മക ദേശീയ സംഘടനയായിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ രൂപീകരിച്ചു എന്നതാണ്. പിന്നെ കാലങ്ങൾക്ക് ശേഷം 1948 ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രത്യേക പ്രമേയം ഉണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അണികൾക്ക് അല്ലെങ്കിൽ മെമ്പർമാർക്ക് 2 അംഗത്വം പാടില്ല. അതോടുകൂടി ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും അടുത്ത് മാറി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറി. അങ്ങനെ 1948 ശേഷം പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുകയും അവർ പറഞ്ഞിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂപ്രഭുക്കന്മാരുടെയും മുതലാളിമാരുടെയും കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെയും കർഷകരുടെയും കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്നൊരു ഒരു ഒരു വിമർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിമർശനത്തെ 1955 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമേയം ഒരു പുതിയ പ്രമേയത്തോടുകൂടി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇത് മാറ്റപ്പെട്ടതോടുകൂടി പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. പിന്നീട് 1955 ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുണ്ടായ സോഷ്യലിസ്റ്റ് പാർട്ടി, 1934 ആചാര്യ നരേന്ദ്രദേവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ സോഷ്യലിസ്റ്റ് പാർട്ടി 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുപോയി 1955 ആയപ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ സംഘടന ചിഹ്നമില്ലായി മൂന്ന് സംഘടനകളായി, 3 സോഷ്യലിസ്റ്റ് പാർട്ടികളായിട്ട് പിളർന്നു എന്നുള്ളതാണ്. മസ്തൂർ സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ 3ആയിട്ട് അത് പിളർന്നു പോയി എന്നുള്ളതാണ്. 2017 റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു രാഷ്ട്രം രൂപീകൃതമാകും, USSR എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രം. എന്നാൽ ഈ റഷ്യയിലെ ബോൾഷെവികളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1920 തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 25 ആയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. 1935 മുതൽ 41 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. പക്ഷെ 1941 നാസി ജർമ്മനി ബ്രിട്ടനുമായുള്ള യുദ്ധത്തിൽ ബ്രിട്ടന്റെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത്. അതിന് താല്പര്യമുണ്ടായിരുന്നില്ല കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും തമ്മിൽ ഇടഞ്ഞു, അവർ മാറി നിന്നു. അപ്പോൾ 1941 മുതൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കോൺഗ്രസിന്റെ കൂടെ നിന്നില്ല.
1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടായില്ല. തെലങ്കാനയിലെ സായുധ വിപ്ലവത്തിന് ഇവർ പിന്തുണ കൊടുക്കുകയുണ്ടായി. പക്ഷെ സായുധ വിപ്ലവം പിന്നീട് ജനങ്ങൾ പിന്തുണയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ സായുധ വിപ്ലവത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി. പിന്നീട് സായുധ വിപ്ലവത്തിലൂടെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണകാര്യത്തിൽ എത്തിപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കി 1951 ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റോടുകൂടി ഇന്ത്യയിലെ ലോക്സഭയിലേക്ക് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ എന്ന് പറയുന്നത് AK ഗോപാലൻ, SA ഡാൻഡെ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ എന്നിവരാണ്. ഇതിനുശേഷം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളരുകയാണ്. എന്താണ് കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ആശയങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും ആശയങ്ങൾ തമ്മിലുള്ള വിമുഖതയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ നേതാക്കന്മാരെല്ലാം റഷ്യയുടെ ആശയത്തെ പിന്തുടർന്നപ്പോൾ കുറച്ച് ആളുകൾ ചൈനയുടെ ആശയത്തോട് പ്രത്യയശാസ്ത്രത്തോട് ആഭിമുഖ്യം പുലർത്തി. അപ്പോൾ ചൈനയുടെ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തിയ ആളുകൾ CPIM ആയി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തിയവരാണ് CPI എന്ന പേര് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യം CPI ഉണ്ടായി. 1964 CPIയിൽ നിന്നും പിന്നീട് CPIM എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമാവുകയുണ്ടായി. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ രൂപീകൃതമാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഓർമ്മ വരുന്നു. 1917 റഷ്യയുടെ വിപ്ലവം, 1920 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1935 മുതൽ 41 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചു. 1947 ഇന്ത്യ സ്വന്തമായത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് അവർ അംഗീകരിച്ചു. 1951 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഇലക്ഷനിൽ അവർ മത്സരിച്ചു. 16 സീറ്റ് കിട്ടി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന രണ്ടായി മാറി. CPI, CPIM. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് പഠിക്കണം. ഇത്രയും നമുക്ക് പഠിക്കാം. വിശദമായിട്ട് പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാം. പഠിക്കാനുള്ളത് ഭാരതീയ ജനസംഘമാണ്. ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ദേശീയ സംഘടന 1951 രൂപീകൃതമാകുന്നത്. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി എന്ന് പറയുന്ന ആളുടെ പ്രസിഡന്റ് സ്ഥാനത്തോടു കൂടിയാണ് ഈ സംഘടന രൂപീകൃതമാകുന്നത്. നമുക്കറിയാം 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS, അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ, ഈ രണ്ട് സംഘടനകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ദേശീയ രാഷ്ട്രീയ സംഘടനയാണ് ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന സംഘടന. ഈ ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യ നേതാക്കന്മാരെ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി, ദീൻ ദയാൽ ഉപാധ്യായയാണ്. ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ മറ്റു ദേശീയ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദേശീയ ആശയങ്ങളും ദേശീയ കാഴ്ചപ്പാടുകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനസംഘത്തിന്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് നോക്കാം. ഇവർ പറയുന്നത് ഏകരാജ്യം, ഏക സംസ്കാരം, ഏകരാഷ്ട്രം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും ഒരൊറ്റ രാഷ്ട്രമായി അഖണ്ഡ ഭാരതം ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യേക ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം നൽകാൻ പാടില്ല എന്നുള്ളതാണ്. 1964 ചൈന ആണവ ആയുധ പരീക്ഷണം നടത്തിയപ്പോൾ അതേപോലെ ഇന്ത്യയും പരീക്ഷണം നടത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാമുഖ്യം കൊടുക്കാതെ ഹിന്ദി ഭാഷ ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാവണമെന്ന് ആഗ്രഹിച്ച ആദ്യത്തെ ആളുകളാണ്. ഈ ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന സംഘടന 1952 ഇലക്ഷൻ നോക്കുകയുണ്ടായി. 3 സീറ്റുകളാണ് ലോക്സഭയിൽ കിട്ടിയത്. 1957 വീണ്ടും ഇലക്ഷൻ നിന്നു 4 സീറ്റ് ലഭിച്ചു. 1977 അവർ ഈ ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ജനതാ പാർട്ടിയിൽ ലയിക്കുകയുണ്ടായി. ജനതാ പാർട്ടിയിൽ ലയിച്ചു. പിന്നീട് വീണ്ടും ആ ജനതാ പാർട്ടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു, ഉയർത്തെഴുന്നേറ്റ് 1980 BJP എന്ന് പറയുന്ന സംഘടനയായി മാറി. BJP എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുന്നത് 1980. അപ്പോൾ BJP എന്ന സംഘടനയുടെ ആദ്യഘട്ടം 1951 മുതൽ 80 വരെയുള്ള കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഘടനയാണ് ഭാരതീയ ജനസംഘം.
അത് പിന്നെന്തായി, ജനതാ പാർട്ടി ലയിച്ചു, പിന്നെ BJP ആയി മാറി. 1980 BJP എന്ന് പറയുന്ന ദേശീയ സംഘടന രൂപീകൃതമാകുന്നത്. സ്വതന്ത്ര പാർട്ടിയാണ്. 1959 സ്വതന്ത്ര പാർട്ടി രൂപീകൃതമാകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ 1959 നാഗ്പൂർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ പ്രമേയത്തിലൂടെ കൊണ്ടുവന്നു. എന്താണ്? കൃഷിയെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാക്കി മാറ്റുക, കൂടുതൽ ജനങ്ങൾ പങ്കാളിത്തത്തോടു കൂടിയുള്ള സംരംഭങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഈ ആശയത്തോടൊന്നും ഈ സ്വതന്ത്ര പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ശ്രീ രാജഗോപാലാചാര്യ പോലെയുള്ള നേതാക്കന്മാർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ 1959 ശ്രീ രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമാകും. ഇവർ ഭൂപ്രഭുക്കന്മാരുടെയും മുതലാളിമാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജന്മിമാരുടെയും ഒരു സംഘടനയാണ്. ഇവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് ഒരു പ്രാമുഖ്യം നൽകില്ല. സർക്കാരിന്റെ പല ആശയങ്ങളും സർക്കാരിന് വിട്ടുകൊടുക്കാതെ അത് സ്വകാര്യ വ്യക്തികളിലേക്ക് വിട്ടുകൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ആഗ്രഹത്തെ അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് കർഷകർക്ക് പലതരത്തിലുള്ള സംരംഭങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ കൊണ്ടുണ്ടായി. പക്ഷെ അതെല്ലാം ഒരു സ്വകാര്യവൽക്കരിക്കണമെന്ന് പറയുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ അന്നത്തെ പ്രമേയം താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ 1959 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് വേറെ സംഘടന സ്വതന്ത്ര പാർട്ടി എന്ന പേരിൽ രൂപീകൃതമായി, ശ്രീ രാജഗോപാലാചാര്യ. അതാണ് അടുത്ത സംഘടന. ഇതിൽ ഓരോ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായി പറഞ്ഞു എന്ത്? സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ആചാര്യ നരേന്ദ്രദേവ് 1934-48. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ 1917, 1920, 1934, 1941, 1951, 1964 ഈ വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഭാരതീയ ജനസംഘം ഉണ്ടാകുന്നത് 1951. അത് 1980 BJPയിലേക്ക് വഴിമാറി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് സ്വതന്ത്ര പാർട്ടിയാണ്. സ്വതന്ത്ര പാർട്ടി 1959 രൂപീകൃതമാകുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ സ്വതന്ത്ര പാർട്ടിയുടെ നേതാവ് ശ്രീ രാജഗോപാലാചാര്യ, ഭാരതീയ ജനസംഘത്തിന്റെ നേതാവ് ശ്യാം പ്രസാദ് മുഖർജി, അതുപോലെ ദീൻദയാൽ ഉപാധ്യായ ശ്യാം പ്രസാദ് മുഖർജി, അതുപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ ഒരുപാടുണ്ട്. AK ഗോപാലൻ, ഡാൻഡെ, EMS, VS അച്യുതാനന്ദൻ, ഇങ്ങനെയുള്ള നേതാക്കന്മാർ നമുക്ക് എഴുതാം. അജയ് ഘോഷ് എല്ലാം. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമുക്കറിയാം. ആദ്യത്തെ സ്ഥാപകൻ എന്ന് പറയുന്നത് AOQ, പിന്നീട് നെഹ്റു, അങ്ങനെ പറയാം, അബുൽ കലാം ആസാദ്, ഇങ്ങനെയുള്ള നേതാക്കന്മാർ. ഇതൊക്കെ വിശദമായി പഠിക്കാം. നല്ല രസകരമായ ഒരു ലെസനാണ്. ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്ന, നമ്മുടെ എല്ലാവരുടെയും രാഷ്ട്രീയ സംഘടനയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള ഒരു ലെസനാണ്. ഇത് വളരെ വിശാലമായി നിങ്ങൾ പഠിക്കണം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എനിക്ക് ഇത്രയും പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുമ്പോൾ വിശാലമായിട്ട് ക്ലാസ് എടുക്കാനുള്ള കഴിവ് നമുക്ക് കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ട് ക്ലാസ് എടുക്കാനാണ് വലിയ താല്പര്യം. പൊളിറ്റിക്സ് സംബന്ധിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സബ്ജക്റ്റ്, ഒരു വിഷയം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പൊളിറ്റിക്സ് ആണെന്ന്. രസകരമായി പഠിക്കാൻ പറ്റുന്ന വളരെ വിശാലമായ അർത്ഥവത്തായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, വളരെ രസകരമായ സബ്ജക്റ്റ്. ഈ പൊളിറ്റിക്സ് നിന്നാണ് നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കൊക്കെ പൊളിറ്റിക്സ് പഠിക്കാൻ ഒരു പ്രാമുഖ്യം കൊടുക്കണം. IAS IPS ഓഫീസർമാർ, അതുപോലെ അഡ്വക്കേറ്റുമാർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല PSC ക്വസ്റ്റ്യൻസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്സ്. ഒരു IAS ഒരു IPS പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാതെ ഒരു IAS അവൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും രസകരമായ ഒരു സബ്ജക്റ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ, നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള, വളരെ രസകരമായ ഒരുപാട് രാഷ്ട്രീയ സംഘടനയെ കുറിച്ച് പഠിക്കുന്ന, രാഷ്ട്രീയ സംഘടനയുടെ പിന്നെ ചരിത്രം പഠിക്കുന്ന ബഹുലമായ ഒരു രാഷ്ട്രീയ സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ് പൊളിറ്റിക്സ്. അതുകൊണ്ട് എല്ലാവരും പൊളിറ്റിക്സ് നന്നായി പഠിക്കുക. എല്ലാവർക്കും പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റോട് കൂടുതൽ ഇഷ്ടമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി.